അപ്പോൾ ആന്തരിക അവയവങ്ങളെല്ലാം അനുസരിപ്പിച്ച് നിർത്താനൊക്കെ. വാർദ്ധക്യം അശേഷം അടുക്കാതെ ഇരിക്കും. വാർദ്ധക്യം അടുക്കാതെ ഇരിക്കുക എന്നുള്ളൊരു തലത്തിലേക്ക്, എന്ന് വെച്ചാൽ വയസ്സാകാതിരിക്കുക എന്നുള്ള തലത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു അസാധാരണമായ സൂക്ഷ്മതയാണ്. പലപ്പോഴും ഈ വളരെയേറെ യോഗാസനങ്ങൾ ചെയ്യുന്നവർ, ശരീരത്തിനെ കൊണ്ട് എന്ത് തരത്തിലുള്ള അത്ഭുതങ്ങളും കാണിക്കാൻ കഴിയുന്നവരും അങ്ങനെ ആയിട്ടുള്ള ആളുകൾക്ക് പോലും വാർദ്ധക്യത്തെ അല്ലെങ്കിൽ കിഴവനാകുക അല്ലെങ്കിൽ കിഴവിയാകുക എന്നുള്ള തലത്തിനെ, അവസ്ഥയെ അതിജീവിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യോഗ ശരീരവും മനസ്സും ആത്മാവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെന്ന് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സമഗ്രതയാണ് യോഗയിലൂടെ. അതിന് നമ്മൾ അസാധാരണമായ പ്രത്യാഹാരം ശീലിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയും. പക്ഷെ ഗോരക്ഷാനാഥന്റെ തിയറിയോ അല്ലെങ്കിൽ പതഞ്ജലി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ ഒക്കെ നോക്കുമ്പോൾ പല ആശയങ്ങളും ഈ കാലത്തെ രീതിക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ക്രമപ്രവൃത്തമായി ചെയ്യുന്ന യോഗാഭ്യാസികളെ നമ്മൾ നോക്കുമ്പോൾ അവിടേക്ക് അപ്ഡേഷൻസ് ഒക്കെ എവിടേക്കാണ് വരേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന പലരുടെയും ശബ്ദം പോയി കിടക്കുകയായിരിക്കും. കാരണം അവരുടെ പ്രാണസഞ്ചാരം, ഷഡാധാര ചക്രങ്ങളുടെ പ്രശ്നം ഒരു വശത്ത്, ശബ്ദസഞ്ചാരം, നമ്മൾക്ക് ഈ ഷഡാധാര ചക്രങ്ങളിലെ പ്രാണന്റെ സഞ്ചാരം അനുസരിച്ചാണ് 10 തരം 5 പഞ്ചപ്രാണൻ, പിന്നെ ദശപ്രാണൻ, അതിനെ വിഭജിച്ച് പറയും. അങ്ങനെ ഈ ദശപ്രാണന്മാരും ഈ 10 തരം വായുക്കളും മൂലാധാരം മുതൽ സഹസ്രാരദളപത്മം വരെയുള്ള ഈ ഭാഗത്തിലൂടെയുള്ള സഞ്ചാരത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സാറ് നേരത്തെ കാലിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് കാലിലെ കാവ്സുകൾ ശരീരത്തിന്റെ 2ാമത്തെ ഹൃദയമാണെന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ആയിരിക്കാം. പുതിയ തിയറികളൊന്നും ഞാൻ കൂടുതൽ അങ്ങനെ വായിക്കുന്നൊന്നുമില്ല. ഞാൻ എന്നിൽ തന്നെയാണ് എപ്പോഴും ഗവേഷണം നടത്തിയിട്ടുള്ളത്. എൻ്റെ ഗവേഷണത്തിലൂടെ എനിക്കൊന്നും തിരിച്ചറിയാത്ത ഒരു കാര്യവും ഞാൻ ഇന്നുവരെ പ്രഭാഷണ വേദിയിലും പറഞ്ഞിട്ടില്ല, പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഏതൊരു വിഷയം ചോദിച്ചാലും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് പറയുന്നത്. ഞാൻ എൻ്റെ ശരീരത്തിനെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ ചിത്തത്തെ, മനസ്സും ചിത്തവുമായി തന്നെയും സൂക്ഷ്മഗതിയിൽ വ്യത്യാസമാണ്, ഇതിനെ ഗവേഷണം നടത്തി അതിലൂടെ അറിഞ്ഞ അറിവുകൾ മാത്രമാണ് പങ്കുവയ്ക്കുന്നത്. ആൾക്കാർക്ക് മോഡേൺ സയൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അവര് പറഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ അനുഭവത്തിലുള്ളതാണ് കാലുകളാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. കാരണം നമ്മൾ കാലുകൾ എടുത്ത് വെക്കുന്നത് അതൊരു മാജിക് ലെവലുണ്ട്, ഒരു മാജിക് ലെവലിലാണ് അത് പോകുന്നത്. കാലുകൾ അത്രമാത്രം അനുസരണയിലെത്തണം. നമ്മൾ പറയുമ്പോഴാണ് കാലുകൾ ചലിക്കുന്നത്. ഒരു യോഗാഭ്യാസി അതീവ സൂക്ഷ്മതലത്തിൽ എത്തുമ്പോൾ, അല്ല യോഗാഭ്യാസത്തിന്റെ സൂക്ഷ്മതലത്തിൽ എത്തുമ്പോൾ അയാളുടെ കൺപോളയുടെ ചലനം പോലും അയാൾ അറിയാം. അറിഞ്ഞുകൊണ്ട് ചലിക്കുന്നതും അറിയാതെ ചലിക്കുന്നതും ഉണ്ട്. സാധാരണ മനുഷ്യർക്കെല്ലാം നമ്മൾ കാണുന്ന 100 പേരെടുത്താൽ 100 പേരും അറിഞ്ഞുകൊണ്ടല്ല കൺപോള ചലിപ്പിക്കുന്നത്, അറിഞ്ഞുകൊണ്ടല്ല ചിരിക്കുന്നത്. എത്രമാത്രം ലിപ്സ് ഇങ്ങനെ ആവണം എന്നുണ്ട്. ഈ ഓരോ അക്ഷരം ഉച്ചരിക്കുന്നത്, വാക്സ്കോഡ തത്വം ഒക്കെ നമ്മൾ നോക്കുമ്പോൾ പുരാതനമായിട്ടുള്ള സംസ്കൃത ശബ്ദശാസ്ത്ര നിയമങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെയായിരിക്കും ശബ്ദം വരുന്നത്. ഓരോ അക്ഷരത്തിനും ഒരു കൃത്യസ്ഥാനമുണ്ട്. നമ്മൾ സംഗീതത്തിൽ സപ്തസ്വരങ്ങൾ പറയുന്നത് പോലെ തന്നെ അതിലും വളരെ വലിയൊരു കാര്യമാണ് സംസാരകല. സംഭാഷണകല സംഗീതകലയേക്കാൾ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഏറ്റവും മനോഹരമായി സംസാരിക്കുന്നവനാണ് ഏറ്റവും മനോഹരമായി പാടാനും ശേഷിയുള്ളതെന്നൊരു തലത്തിലേക്ക് പോകും. ഇപ്പൊ ശബ്ദത്തിന് ഏതെല്ലാം തലങ്ങളുണ്ട്, ഇതെല്ലാം അപ്പൊ ശബ്ദശാസ്ത്ര പടവുമായി മാറും ശരിയായ യോഗാഭ്യാസി. അയാൾ അതിന്റെ ഗ്രന്ഥം പഠിക്കാതെ തന്നെ.